Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. The sex ratio worked out using the following formula. നമ്മൾ ഇന്ത്യയിൽ സെക്സ് റേഷ്യോ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ എത്ര സ്ത്രീകൾ അതിൽ നിന്ന് എത്ര പുരുഷന്മാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെക്സ് റേഷ്യോ കാണാനുള്ളത്. സോ ഫീമെയിൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ മെയിൽ പോപ്പുലേഷൻ ആണ്. 1000 സ്ത്രീകൾക്ക് എത്ര പുരുഷൻ അല്ലെങ്കിൽ എത്ര എക്സസ് ആയിട്ട് സ്ത്രീകൾ വരുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാറുള്ളത്. കേരളത്തിലൊക്കെ ഫീമെയിൽ പോപ്പുലേഷൻ കൂടുതലുണ്ടെന്നത് സമയത്ത് 1000 സ്ത്രീകൾക്ക് എത്ര പുരുഷൻ കിട്ടും. സോ ഫീമെയിൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ മെയിൽ പോപ്പുലേഷൻ into 100 ആണ് എന്തിന്റെ സെക്സ് റേഷ്യോ, ഇന്ത്യയിലെ സെക്സ് റേഷ്യോ ആയിട്ട് ഉപയോഗിക്കുന്നത്. Then next is teachers must take their students to museum regularly. Any museum's greatest value to a child is to arouse his curiosity so that they wish to penetrate even more deeply to grasp what they see in the museum. If they get a chance to admire the things in their own good time, they are likely to develop a feeling of dash the world, or for the wonders of having learned about things in, having mastered important things in, knowing the school syllabus. ഇപ്പം കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ കാര്യങ്ങളിലേക്കും എൻഗേജ് ആക്കി കൊണ്ടുപോകുന്ന സമയത്ത് for the wonders of the world, അവർക്ക് ലോകത്തുള്ള എല്ലാ വണ്ടേഴ്സും മനസ്സിലാക്കി പോകാൻ തന്നെ പറ്റും. സെന്റൻസ് വായിക്കുന്ന നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ടീച്ചേഴ്സ് മസ്റ്റ് ടേക്ക് ദ സ്റ്റുഡൻസ് ടു മ്യൂസിയം റെഗുലർലി. നമ്മളിപ്പം ബുക്കിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. Any museum's greatest value to a child is to arouse his curiosity so that they wish to penetrate even more deeply to grasp what they see in the museum. അപ്പം ഒരാൾ ബുക്കിൽ നിന്ന് വായിച്ചു പഠിക്കുന്നതിനേക്കാൾ ഉപരി കാണുമ്പോൾ പഠിക്കാൻ പറ്റും. If they get a chance to admire the things in their own good time, they are likely to develop a feeling of awe for the wonders of the world. അവർ തന്നെ മനസ്സിലാക്കുന്ന സമയത്ത് അവർക്കൊരു സ്വപ്നം പോലെ അല്ലെങ്കിൽ അവർക്കൊരു വണ്ടർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുക. Then ഇവിടെ നമുക്കൊരു WHO-ന്റെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് തന്നത്. WHO has set a standard chart to determine health status using weight through BMI. Choose the correct statements for BMI. ഇതിൽ ലെസ് ദാൻ 18.5 ആണ് വെയിറ്റ് എങ്കിൽ അതിന് അണ്ടർ വെയിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് BMI ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. BMIയിലുള്ള ന്യൂട്രീഷ്യസ് സ്റ്റാറ്റസ് ആണ്. Below 18.5 ആണെങ്കിൽ it is showing that underweight ആയിട്ടാണ്. 18.5 മുതൽ 24.9 വരെയാണെങ്കിൽ നോർമൽ വെയിറ്റ് ആയിട്ടും 25 മുതൽ 29.9 വരെയാണെങ്കിൽ പ്രീ ഒബസിറ്റി, പൊണ്ണത്തടിയല്ല പ്രീ ഒബസിറ്റി ആയിട്ടും 30 to 34.9 ആണെങ്കിൽ ഒബസിറ്റി ക്ലാസ് 1ഉം 35 to 39.9 ആണെങ്കിൽ ഒബസിറ്റി ക്ലാസ് 2, എബോവ് 40 ആവുന്ന സമയത്ത് ഒബസിറ്റി ക്ലാസ് 3യുമാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ 18.5 to 24.9 എന്ന് പറയുന്നത് ഓവർ വെയിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തല്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. BMI is greater than or equal to 30 എന്ന് പറയുന്നത് ഒബസിറ്റി ആണെന്ന് പറഞ്ഞു. അത് എന്താണ്, അതും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 30-ൽ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഒബസിറ്റി ആണ്. 3 കാറ്റഗറി ആയിട്ട് കണ്ടു. And BMI is from 25 to 29.59 is overweight. അത് നോർമൽ വെയിറ്റ് ആയിട്ടാണ് വരുന്നത്. BMI is less than 20.5 is underweight. Underweight ആവുന്നത് 18.5. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏത് രണ്ട് മാത്രമാണ്? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം, എയും സിയും മാത്രമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. Then next question. Rabindranath Tagore was the first person to receive Nobel Prize for India. ഇന്ത്യയിൽ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. The first distribution of the Nobel Prize took place on December 10th, 1901 on the 5th anniversary of Nobel's birth. ഇത് രണ്ടും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ഇപ്പൊ നമ്മുടെ നോളേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ഫസൻഡ? ഫസൻഡ എന്ന് പറയുന്നത് ബ്രസീലിലുള്ള ഒരു കോഫി പ്ലാന്റേഷൻ അറിയപ്പെടുന്നതാണ് കേട്ടോ.
നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തെന്ന് പറയാം, നമ്മുടെ ശരിയാണെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാരണം ഇവിടെ നെഗറ്റീവ് മാർക്ക് കൂടി ഉണ്ട്. നമുക്ക് കിട്ടിയ മാർക്ക് കൂടി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പൊ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തതാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരും. വാട്ട് ഈസ് ഫസൻഡ എന്ന് പറയുന്നത് കോഫി പ്ലാന്റേഷൻ ഇൻ ബ്രസീൽ. ബ്രസീലിലുള്ള ഒരു കോഫി പ്ലാന്റേഷൻ ആണ് ഫസൻഡ എന്ന് അറിയപ്പെടുന്നത്. Then dash is the first organic state of India. ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് സിക്കിം ആണ് കേട്ടോ. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. സിക്കിം ഇസ് ദ ഫസ്റ്റ് ഓർഗാനിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. Then next, which following is not correct? നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ആദ്യം പിക്ക് ഔട്ട് ചെയ്യേണ്ട വേർഡ് ഏത് തന്നെയായിരിക്കണം, ആ നോട്ട് എന്നുള്ളതായിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഉത്തരത്തിലെ ശരി ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് എന്നുള്ളൊരു വേർഡ് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഈ നോട്ട് എന്ന വേർഡ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ലേണിംഗ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഫ്രം വിച്ച് ദ ടീച്ചേഴ്സ് കം. The key role of a teacher is a facilitator and a supporter of learning. Teacher needs to recognize herself as the only source of learning. And teacher is a participant in the learner's effort at evolving learning experience. So, ഇതിൽ ഈ സെന്റൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു നെഗറ്റീവ് ടച്ച് വരുന്ന സെന്റൻസ് ഏതാണ്? തേർഡ് സെന്റൻസ് ആണ്. ടീച്ചർ ഒരിക്കലും വിചാരിക്കരുത് ടീച്ചർ ഇസ് ദ ഓൺലി സോഴ്സ് ഓഫ് ലേണിംഗ് എന്ന്. ഇതാണ് ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. Let A B is R be a continuous function on AB and differentiable on AB. Then there exists E in AB such that function of C is equal to f of B minus f of A divided by B minus A. ഇത് ഏത് തിയറം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? മീൻ തിയറം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. The theorem states that if f is a continuous function, f എന്ന് പറയുന്നത് ഒരു continuous function ആണെങ്കിൽ on the closed interval A and AB, AB എന്ന് പറയുന്ന ക്ലോസ് ഇന്റർവെല്ലിൽ f എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവുന്ന സമയത്ത് the open interval, then there exists a point C in AB such that the tangent at C is parallel to the second line through the end points. അപ്പോൾ ഇതൊരു മീൻ വാല്യൂ തിയറം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, both yoga and physical education should be regular part of the dash and must be seen as components of comprehensive school health program. So yoga and physical education should be regular part of the dash. Parents responsibility അല്ല, society's responsibility അല്ല, schools timetable, child's home schedule. അപ്പം യോഗയും അതുപോലെ തന്നെ എന്തും ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്കൂൾ ടൈം ടേബിളിന്റെ ഒരു ഭാഗമായിരിക്കണം. എന്നാൽ മാത്രമായിരിക്കും എന്തുണ്ടാവുക, കോംപ്രഹെൻസീവ് സ്കൂളിന്റെ ഒരു കോമ്പണന്റ് ആയിട്ട് തന്നെ അതിനെ പരിഗണിക്കുന്നുണ്ട്. Then next question, sickle cell anemia and thalassemia diseases are hereditary as these are generally caused by gene or chromosomal mutation. These diseases can be categorized under allergic disease. Sickle cell anemia ഒരു allergic disease ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ഡീജനറേറ്റീവ് ഡിസീസ് അല്ല, കൊഗ്നിഷൻ ഡിസീസ് അല്ല, കമ്മ്യൂണിക്കബിൾ അല്ല. സിക്കിൾ സെൽ അനീമിയ കാണുന്നത് ഒരു അലർജിക് ഡിസീസ് ആയിട്ടാണ് കാണുന്നത്. ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്, അലർജി ആയിട്ടാണ് വരിക.